സാമ്പത്തികമായിട്ടുള്ള ചില കഷ്ടപ്പാടിൽ ഞരങ്ങുന്ന ചില പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവ നിയോഗം എനിക്ക് നൽകിയത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദയവായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടോട് ബന്ധത്തിൽ സഞ്ചരിക്കുന്ന അനേക ദൈവദാസന്മാർ, ദൈവദാസിമാർ, മാതാക്കൾ, പിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ പഠനം വഴിയിൽ മുടക്കി അത് നിമിത്തം വിവാഹ ജീവിതം വേണ്ടാന്ന് വെച്ചു, സാമ്പത്തിക നിമിഷം നിമിത്തം ഭവനത്തിൻ്റെ പണികൾ പകുതി വഴി വെച്ച് മുടക്കി, പല നിലയിലും സാമ്പത്തികത്തിൻ്റെ കുറവ് നിമിത്തം പരിമിതികൾ വെളിപ്പെടേണ്ടി വന്നു. ആരൊക്കെ ആകേണ്ടവർ, സമൂഹത്തിൽ എന്തൊക്കെ ആകേണ്ട പ്രിയപ്പെട്ടവർ, വ്യത്യസ്തമായ വിശേഷതകൾ പ്രാപിക്കേണ്ട പ്രിയപ്പെട്ടവർ, അവരെ അതിലോട്ട് വിടാൻ അനുവദിക്കാത്തതയിൽ സമ്പത്തിനെ പിശാചും മനുഷ്യന് തടഞ്ഞ് വെച്ചു പോയല്ലോ. എന്നാൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവം നിയോഗപ്രകാരം അനേകം ദൈവദാസന്മാരുടെ കൂടാരത്തിൽ മാതാപിതാക്കൾക്ക് ദൈവാത്മാവ് ചില അനുഗ്രഹത്തിൻ്റെ വഴികൾ ഒരുക്കണം. വിശുദ്ധ വചനത്തിനകത്ത് നൽകിയിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ പ്രിയം കർത്താവേ അവർക്ക് നൽകണം. അവരെ കണ്ണുനീർ തുടയ്ക്കണം. അവരെ മാനസിക സംഘർഷം മാറ്റണം. ലോണ് പേ ചെയ്യുവാൻ കഴിയാത്തവണ്ണം ജപ്തി നോട്ടീസുമായി അത് നിമിത്തം അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഇങ്ങനെ ആ പല ചിന്തയുമായി, പല ഞരക്കവുമായി സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെ ഞാൻ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഗ്രഹമായി മാറട്ടെ. ആശ്വാസത്തിൻ്റെ ശബ്ദം ഇന്ന് ദിവസം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.